ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇപ്പൊ ഞങ്ങൾ തിരുവല്ലയിലാണ്. അപ്പം യെസ്റ്റർഡേ ഞങ്ങളൊരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പം വി തോട്ട് നമുക്കത് വീഡിയോ എടുക്കണം. ഫസ്റ്റ്ലി നമ്മൾ ഇന്നലെ വർക്ക് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫാൻസി തിങ്സ് മേടിക്കാനായിട്ട് കടയിൽ പോകണം. അങ്ങനെ കടയിൽ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ കൊണ്ടുവരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റെപ്പ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു പറഞ്ഞു. അപ്പൊ മാം എന്നോട് പറഞ്ഞു, ദാറ്റ് ഈസ് കോൾഡ് റീപാരന്റിങ്. ദാറ്റ് വാസ് ദി ഫസ്റ്റ് ടൈം ഞാൻ റീപാരന്റിങ് എന്ന വേർഡ് കേൾക്കുന്നത്. സോ ഐ തോട്ട് ഐ വോണ്ട് ടു ഷെയർ സംതിങ് അബൌട്ട് ദാറ്റ്. ആൻഡ് ഓൾസോ മാം അതിനെക്കുറിച്ച് കൂടുതൽ സയന്റിഫിക്കലി പറഞ്ഞു തരുന്നതായിരിക്കും. റീപേരന്റിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ചൈൽഡ്ഹുഡിലൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ പേരൻസ് നമുക്ക് ചെയ്തു തരണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, പക്ഷെ ചിലപ്പം പേരൻസിനോട് ആ ഒരു സ്പേസ്, ഒരു റെസിപ്രോക്കൽ ബ്രിഡ്ജ് ഇല്ലാതിരുന്നത് കൊണ്ട് നമുക്കത് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ചറിയണം, ഓക്കെ ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് നമുക്ക് അന്നേരം ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻസെക്യൂരിറ്റിയെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ ചിലപ്പം ഈ റെസിപ്രോക്കൽ ബ്രിഡ്ജ് നിലവിൽ ഇപ്പം ഈ ഒരു ഏജിലും ചിലപ്പോൾ നമുക്ക് ഉണ്ടായെന്ന് വരുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ, അന്ന് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ആവശ്യമുണ്ടായിരുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ആ ഒരു കാര്യങ്ങൾ നമ്മളിപ്പം നമുക്ക് തന്നെ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊരു നല്ല ഫുഡ് അന്ന് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ചിലപ്പോൾ അത് നമ്മളുടെ ഫാമിലിയിൽ അത് കിട്ടാനായിട്ടുള്ള ഇല്ല. നമുക്കറിയാം നമ്മുടെ പേരൻസിന് ഇപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്ന്. പക്ഷെ ഇന്നിപ്പോൾ ചെന്നിട്ട് അത് ചിലപ്പോൾ ചോദിക്കാൻ നമുക്കൊരു മടി ഉണ്ടാവും. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെ അത് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളത് വാങ്ങിച്ചു കൊടുക്കുക, നമുക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കുക. അതായത് നമ്മൾ നമ്മളെ തന്നെ ഒരു കുട്ടിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ അതെ. ശ്രമിക്കുക. അപ്പൊ നമ്മളുടെ ആ ഒരു ഇന്നർ ചൈൽഡ്, ഇൻസെക്യൂർ ആയിരുന്നിട്ടുള്ള ആ ഒരു ഇന്നർ ചൈൽഡ് ഒന്ന് ഹാപ്പിയാവും. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവും ചൈൽഡ്ഹുഡിലും വെച്ചിട്ടുണ്ട്. എനിക്കത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ബിഫോർ നോയിങ് ദിസ് ടേം ഞാനിത് ഓൾറെഡി എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഞാൻ എനിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ഒക്കെ എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രഷ്യസ് ആണ്. ബിക്കോസ് ഐ ഡോണ്ട് ഗെറ്റ് ദിസ് ബിഫോർ. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് എനിക്ക് തന്നെ കൊടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ ഈ റീപാരന്റിനോടൊപ്പം തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന ചില ടോപ്പിക്സ് ആണ് ടോക്സിക് പാരന്റിങ്ങിനെ കുറിച്ചിട്ട്. ടോക്സിക് പാരന്റിങ് എല്ലാവരും കേട്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇന്ത്യൻ പാരന്റ്സ് ആർ ഓൾമോസ്റ്റ് ടോക്സിക്. സോ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഈ റീപാരന്റിങ് ആണ് സംസാരിച്ചത്. ഇഫ് യു ആർ എ പാരന്റ്, അല്ലെങ്കിൽ നിങ്ങളൊരു കിഡാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മോഡിഫൈ ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേണിംഗ്, അൺലേണിംഗ്, റീലേണിംഗ് പ്രോസസ്സുകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാനുള്ള കാര്യം. അപ്പം തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഇപ്പം എൻ്റെ കൂടെ സ്കൂൾ മേറ്റ്സ് ഒക്കെ അവരൊക്കെ ഇപ്പോൾ പാരൻസ് ആണ്. അപ്പം സബ് കോൺഷ്യസ്ലി അവർക്ക് കിട്ടിയ സാധനങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുക കുട്ടികൾക്ക്. അപ്പം എനിക്ക് ആ ഒരു ന്യൂലി പാരൻസിനോടാണ് പറയാനുള്ളത്, കുറച്ച് മാറി, അതായത് ഇതുവരെയുള്ള ആ ഒരു ട്രഡീഷണൽ പാരന്റിങ്ങിൽ നിന്നും മാറി ഔട്ട് ഓഫ് ദി ബോക്സ് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എന്തൊക്കെ നിങ്ങളെ കുട്ടിക്ക് വേണ്ടി ചെയ്യാൻ പറ്റും, ഈ കോമൺ അല്ലാതെ എന്തൊക്കെ നിങ്ങളുടെ കുട്ടിയുടെ ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ നമുക്ക് കുട്ടീനെ ഒരു പേഴ്സണായിട്ട് നമ്മൾ കരുതിക്കൊണ്ട് അവൻ്റെ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കുട്ടിയുടെ ഇടപെടാനുള്ളത്. അല്ലാതെ എൻ്റെ കുട്ടിയാണ്, അതെന്റെ പ്രോപ്പർട്ടിയാണ്, എൻ്റെ പ്രോപ്പർട്ടിയാണ്, എനിക്ക് എന്തും പറയാം, ഞാനാണ് ചെലവിന് കൊടുക്കുന്നത്, അപ്പോൾ എനിക്ക് എന്തും എൻ്റെ കുട്ടിയോടാകാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഭയങ്കര അഗ്രസീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ്. അതൊരിക്കലും ഒരു പേരൻ്റ് എടുക്കാൻ പറ്റാത്ത ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പം വളരെ പ്രൊആക്റ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ കുട്ടികളെ പറ്റുന്നത്. അവിടെ നിന്നാണ് അവരുടെ ആ ഇൻസെക്യൂരിറ്റി ഫില്ല് ചെയ്യുന്നത്. അപ്പം അവരുടെ ഇൻസെക്യൂരിറ്റി ഫില്ല് ചെയ്യുമ്പോഴാണ് അവരിൽ കോൺഫിഡൻസ്, സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, ഇങ്ങനത്തെ ബേസിക് പേഴ്സണാലിറ്റിയുടെ സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യും. അതൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻസ് അല്ലെങ്കിൽ കുട്ടികൾ ബാഡ് ബിഹേവിയറിലോട്ട് പോവുകയാണ്, അതിനെ കുറിച്ചൊന്നും സംസാരിക്കും. അഡിക്ഷനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറേ കണ്ടന്റുകൾ വേറെ ഉണ്ട്. മീൻസ് ചിലപ്പോൾ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡിക്ഷൻ്റെ ഇതായിട്ട് വരാം. അപ്പോൾ ആൽക്കഹോളിക്കായിട്ടുള്ള ഒരു പേരൻ്റ് ആണെങ്കിൽ കുട്ടി അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ അഡിക്ഷനെ മതത്തിന് ചില ഡിസോർഡേഴ്സിൻ്റെ ഭാഗമായിട്ട് അഡിക്ഷൻ കാണാറുണ്ട്. ഇപ്പോൾ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾ ചിലപ്പോൾ ഡിപ്രഷൻ കൊണ്ടായിരിക്കും അവർ അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അവരുടെ ആ ഇൻസെക്യൂരിറ്റിനെ അല്ലെങ്കിൽ അവരുടെ എന്തൊക്കെയോ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളെ അത് ഫില്ല് ചെയ്യുന്നത് ഈ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കിട്ടുന്ന ഡോപ്പമിൻ്റെ അളവ് വെച്ചിട്ടായിരിക്കും.
അതുകൊണ്ടായിരിക്കും അത്. അല്ലാതെ ആക്ച്വൽ റീസൺ എന്താണ് അതെ. അപ്പം എന്ത് തരത്തിലുള്ള അഡിക്ഷൻ ആണെങ്കിലും എന്ത് തരത്തിലുള്ള നിങ്ങൾക്ക് തോന്നുന്ന റോങ് തിങ് ആണെങ്കിലും ആ റോങ് തിങ്ങിന് നിങ്ങളും ഒരു കാരണമാണ്. ബിക്കോസ് യു ആർ ദർ. നിങ്ങളെ കണ്ടാണ് അവർ പഠിക്കുന്നത്, നിങ്ങളും അതിന്റെ ഒരു പാർട്ടാണ്. അത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. ബിക്കോസ് കുട്ടി എന്ന് പറയുന്നത് കുട്ടിയാണ്. അത് സീക്ക് ചെയ്യുന്നത്, അത് എടുക്കുന്നത് ചുറ്റുമുള്ള സാധനങ്ങളാണ്. അത് ഇപ്പോഴും പലരും അത് ആക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ കാരണം കൂടിയാണ് കുട്ടി ഇങ്ങനെയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യില്ല. മറിച്ച് കുട്ടിക്ക് അത് ലേബൽ ചെയ്ത് അവളോ അവനോ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമായിരിക്കും അവിടെ ഒരു പ്രോബ്ലം ആയിട്ട് കാണുന്നത്. അല്ല, പേരന്റിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു മാനുവൽ ഒന്നും ഇല്ലല്ലോ. നമ്മൾ ഫ്രിഡ്ജ് മേടിച്ചാലും മിക്സി മേടിച്ചാലും ഫോൺ മേടിച്ചാലും മാനുവൽ കിട്ടും. പക്ഷെ അങ്ങനത്തെ ഒരു മാനുവൽ ഒരു കുട്ടീനെ കൈ കിട്ടുമ്പോൾ ഇല്ല. നമ്മൾ എടുക്കുന്ന മാനുവൽ പിന്നെ നമുക്ക് കിട്ടിയ പേരന്റിങ് എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും നമ്മൾ കുട്ടിയോട്. ചിലര് ചെറുതായ ചെറിയ ചില മോഡിഫിക്കേഷൻസ് വന്നാലും സബ് കോൺഷ്യസ്ലി അവരത് കൊടുത്തിരിക്കും. അതൊരു ഹീൽ ചെയ്തിട്ടില്ലെങ്കിൽ കൊടുത്തിരിക്കും. അപ്പൊ ചൈൽഡ്ഹുഡ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരു പേരന്റ് ആവുന്നതിന് മുമ്പുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചൈൽഡ്ഹുഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് ഹീൽ ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ പേരന്റ് ഫുഡിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ പാടില്ല.